നിങ്ങളിപ്പോൾ മാർക്കറ്റ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു റീസെൻ്റ് ന്യൂസ് കേട്ടിട്ടുണ്ടാവും ഈ ക്വാണ്ടം മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചിട്ട് ഒരു ഫ്രണ്ട് റണ്ണിങ് കേസ് എന്ന് പറഞ്ഞിട്ട്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എന്താണ് ഈ ഫ്രണ്ട് റണ്ണിങ് എന്നാണ്. സോ മൈ നെയിം ഈസ് അമൽ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. അതിന് നമ്മൾക്ക് ഈ ക്വാണ്ടം മ്യൂച്വൽ ഫണ്ടുമായി റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് എന്താണെന്ന് നോക്കാം. അതായത് സെബി ഇൻവെസ്റ്റിഗേഷനിൽ ഏകദേശം 20 crore ഈ ഫ്രണ്ട് റണ്ണിങ് വഴി അവർ സമ്പാദിച്ചിരിക്കുന്നതെന്ന് പറയപ്പെടുന്നത്. ആക്ച്വലി ഇപ്പോൾ നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളാണെങ്കിൽ ജസ്റ്റ് ഇതിപ്പോൾ വിഡ്രോ ചെയ്യണോ വേണ്ടയോ എന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളിപ്പോൾ ക്വാണ്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തവരാണെങ്കിൽ അത് സെല്ല് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡിസിഷൻ എടുത്താൽ മതി. കാരണം ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ സ്കാം ഏറ്റവും വലിയ സ്കാമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ 2022-23 ഒരു ആക്സിസ് മ്യൂച്വൽ ഫണ്ടിൽ ഇതുപോലെ ഒരു സ്കാം നടന്നിട്ടുണ്ട്, ഫ്രണ്ട് റണ്ണിങ് സ്കാം. അവിടെ ഏകദേശം 30 crore ഇതുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റഡിൽ സെബി കണ്ടുപിടിച്ചത്. പോരാത്തതിന് ഈ റീസെൻ്റായിട്ട് LIC മ്യൂച്വൽ ഫണ്ടിലും ജസ്റ്റ് 2 crore ഒരു ഫ്രണ്ട് റണ്ണിങ് കേസ് നടന്നിട്ടുണ്ടായിരുന്നു. സോ ഇത് എപ്പോഴും മാർക്കറ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് ഈ സെബി കണ്ടുപിടിക്കുന്നത് കൊണ്ട് തന്നെ അത് അപ്രിഷ്യേറ്റബിൾ ആണ്. അപ്പോൾ ഇപ്പോൾ മാർക്കറ്റിൽ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാനിക് സെല്ലിങ്ങാണ്. അതായത് ഇനി നമുക്ക് ഇട്ട പൈസ തിരിച്ച് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വിൽക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഷെയറിൻ്റെ പ്രൈസ് താഴും. അപ്പോൾ നമ്മൾ വീണ്ടും ലോസിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടി ലോസിൽ നമ്മൾ വിറ്റ് ഒഴിവാക്കുകയാണ്. പക്ഷേ ഈ ക്വാണ്ട് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഏകദേശം ഒരു 90,000 crore അസറ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്ന കമ്പനിയാണ്. സോ അതിൽ നിന്നൊരു 20 crore എന്ന് പറഞ്ഞാൽ അവർക്ക് അത്ര വലിയൊരു എമൗണ്ട് അല്ല. ഇത് ഞാൻ പറഞ്ഞല്ല, ഇത് അവരുടെ CEO തന്നെ, അതായത് ക്വാണ്ട് മ്യൂച്വൽ ഫണ്ടിൻ്റെ CEO തന്നെ പറഞ്ഞൊരു കാര്യമാണ്. ഏകദേശം 3 ദിവസം കൊണ്ട് 1300 കോടി രൂപൻ്റെ ഷെയർസാണ് ഈ ഇൻവെസ്റ്റേഴ്സ് വിറ്റത്. സോ ഇപ്പോൾ നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ എന്തായാലും ഒരു ലോസ് ആയിരിക്കും. മോസ്റ്റ് പ്രോബ്ലി ഇതിന്നൊക്കെ റിക്കവർ ആയിട്ട് തിരിച്ചു വരുന്നതാണ് അവർ പറയുന്നത്. സോ നമ്മുടെ വീഡിയോൻ്റെ മെയിൻ കണ്ടൻറ്റിലേക്ക് വരാം. എന്താണ് ഈ ഫ്രണ്ട് റണ്ണിങ്? ആക്ച്വലി നമ്മൾക്കിവിടെ ഫണ്ട് മാനേജർ എന്ന് പറഞ്ഞൊരാളുണ്ടാവും. ഫണ്ട് മാനേജറും ഉണ്ടാവും, ഒരു ഡീലറും ഉണ്ടാവും. ഈ ഫണ്ട് മാനേജർ എന്ന് പറയുന്ന ആളായിരിക്കും നമ്മൾ ഏത് സ്റ്റോക്ക് വാങ്ങിക്കണം, എപ്പോൾ വാങ്ങിക്കണം, എത്ര ക്വാണ്ടിറ്റി വാങ്ങിക്കണം, അത് എത്ര രൂപയ്ക്ക് സെല്ല് ചെയ്യണം എന്നൊക്കെ നോക്കുന്നത് ഈ ഫണ്ട് മാനേജർ ആയിരിക്കും. പക്ഷേ ഇവരായിരിക്കില്ല ഇത് എക്സിക്യൂട്ട് ചെയ്യണത്. അതിനാണ് ഈ ഡീലർ എന്ന് പറഞ്ഞൊരാളുള്ളത്. അപ്പോൾ ഇവർ ഫണ്ട് മാനേജർ എന്ന് പറഞ്ഞ ആൾക്കാർ ഏതൊക്കെ സ്റ്റോക്ക് എപ്പോഴൊക്കെ വാങ്ങിക്കണം എന്നുള്ള സംഭവം ഈ ഡീലർക്ക് കൈമാറും. ഡീലറായിരിക്കും ഓർഡറൊക്കെ എക്സിക്യൂട്ട് ചെയ്യുക. ഈ ഫ്രണ്ട് റണ്ണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഫണ്ട് മാനേജർക്ക് അറിവുണ്ടാവും, അല്ലെങ്കിൽ ഡീലർക്ക് അറിവുണ്ടാവും ഇവർ ഏത് സ്റ്റോക്കാണ് ഓൾറെഡി വാങ്ങിക്കാൻ പോണതെന്ന്. സോ അത്രയ്ക്കും വലിയ ഹ്യൂജ് എമൗണ്ട് പമ്പ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവർ വാങ്ങിക്കാൻ പോകുന്ന സ്റ്റോക്കിൻ്റെ പ്രൈസ് കൂടും. ഇതറിഞ്ഞുകൊണ്ട് തന്നെ ഇതിലുള്ള ആരെങ്കിലും ഒരാൾ അവരുടെ സ്വന്തം പേഴ്സണൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഷെയറിൻ്റെ ഇതിലേക്ക് നേരത്തെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യും. ആ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പിന്നെ ഈ വലിയൊരു എമൗണ്ട് ഓഫ് ഫണ്ട് ഇവിടേക്ക് പമ്പ് ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അതിന് ഷെയറിൻ്റെ പ്രൈസ് കൂടും. ആ ലോ പ്രൈസ് നമുക്ക് വാങ്ങിച്ച ആ ഷെയർ നമുക്ക് പറ്റുന്ന ചെറിയൊരു ടൈമിനുള്ളിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടും. ഇതാണ് ഈ സംഭവം ഫ്രണ്ട് റണ്ണിങ്. നമ്മുടെ ക്വാണ്ട് മ്യൂച്വൽ ഫണ്ടിലേക്ക് വരികയാണെങ്കിൽ അവിടെ നിന്ന് സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ അവർ ഈ ക്വാണ്ട് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നവർ ഒരു HDFCൻ്റെ സ്റ്റോക്ക് വാങ്ങിക്കാൻ തീരുമാനിച്ചു. അതിന് ഏതാനും മിനിറ്റുകൾക്കും അല്ലെങ്കിൽ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഹൈദരാബാദിലൊരു കമ്പനി ഈ സ്റ്റോക്കൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ ആയപ്പോൾ സെബി അവർക്കൊരു ഡൗട്ട് വന്നിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോഴാണ് ഈ സ്കാം പുറത്തു വന്നത്. ഒന്ന് ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഷെയർ വാങ്ങിക്കുന്നത് പബ്ലിക്ലി അവൈലബിൾ അല്ലാത്തൊരു ഇൻഫർമേഷൻ വെച്ചിട്ടുള്ളതിനെയാണ് നമ്മൾ ഫ്രണ്ട് റണ്ണിങ് എന്ന് പറയാം. ഇതാണ് ജസ്റ്റ് സിമ്പിളായിട്ടൊരു ഡെഫിനിഷൻ. സോ അത്രയൊക്കെ തന്നെ ഈ വീഡിയോയിൽ പറയണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.